അൽസലാം 3 സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായാണ് നമ്മൾ വരുന്നത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുഷ്പ 2 15 ദിവസങ്ങൾ പിന്നിടുകയാണ്. മികച്ച രീതിയിലാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പോകുന്നത്. ഇന്ന് 15 ദിവസം കൊണ്ട് സിനിമ നേടിയത് 1508 കോടിയോളമാണ് വേൾഡ് വൈഡ് കളക്ഷനായി ഒഫീഷ്യലി പുറത്ത് വിട്ടിരിക്കുന്ന കണക്ക്. അത് തന്നെ ബോംബെയിൽ നിന്ന് 200 കോടി സിനിമ കളക്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഹിന്ദി ബെൽറ്റിൽ നിന്ന് 620 കോടിയും സിനിമ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ കേരള ട്രാക്ക്ഡ് കളക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ 324 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 7% ഒക്യുപ്പൻസി. 9,69,000 രൂപയാണ് സിനിമയുടെ കളക്ഷനായി പുറത്തു വരുന്നത്. അതായത് 10,75 ലക്ഷം രൂപയോളമായിരിക്കാം ട്രാക്കേഴ്സ് പറയുന്ന കണക്ക്. ഏറെക്കുറെ 18 ലക്ഷം രൂപയായിരിക്കും ഇന്നത്തെ സിനിമയുടെ കളക്ഷൻ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരുന്നു സിനിമയുടെ കളക്ഷനെങ്കിൽ ഇന്നും സമാനമായ രീതിയിൽ തന്നെ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ചിത്രം ഇന്ന് നോക്കാനുള്ളത് നമുക്ക് മാർക്കോ എന്ന സിനിമയാണ്. മാർക്കോയുടെ പ്രീസെയിൽ കളക്ഷനാണ്. നാളെയാണ് സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഉണ്ണി മുകുന്ദൻ നായകനായിട്ടും ഹനീഫ് അദേനിയാണ് സംവിധാനം ചെയ്യുന്ന സിനിമ. ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു മാസത്തെ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ചിത്രമാണ് മാർക്കോ. മാർക്കോയുടെ 817ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 1,33,000 മുകളിലുള്ള ജനങ്ങളാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. 58.21% ഒക്യുപ്പൻസിയിൽ. സിനിമയ്ക്ക് 2,06,89,000 രൂപയാണ് ട്രാക്ക്ഡ് കളക്ഷൻസ്. മികച്ച ഒരു കളക്ഷൻസ്. അതായത് ഇന്ന് ഫൈനലാകുമ്പോഴത്തേക്ക് 2,15,00,000 രൂപയ്ക്ക് മുകളിലായിരിക്കാം സിനിമയുടെ കളക്ഷൻ. ഒരുപക്ഷെ അതിന് മുകളിലേക്കും പോകാം എന്നുള്ളത് തന്നെയാണ്. മികച്ച ബുക്കിംഗാണ്. സിനിമയ്ക്ക് പല സ്ഥലങ്ങളിലും മികച്ച ഒരു ബുക്കിംഗ് കാണാൻ കഴിയുന്നു. പ്രത്യേകിച്ച് കൊച്ചി ഏരിയയിൽ നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ തിയേറ്ററുകളും ഓറഞ്ച് മയം എന്ന് തന്നെ പറയാം. പല സ്ഥലങ്ങളും ഹൗസ്ഫുൾ ആയിരിക്കുന്നു എന്നുള്ളതും ആണ് എടുത്ത് പറയാനുള്ളത്. ഇന്ന് റിലീസ് ചെയ്ത റൈഫിൾ ക്ലബ്ബ് ആണ് ആദ്യം തന്നെ മികച്ച ഒരു സിനിമ എന്നുള്ളൊരു പേര് ഇതിന് ലഭിക്കുകയും നല്ല അഭിപ്രായവുമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ആഷിഖ് അബുവിൻ്റെ വ്യത്യസ്തമായ ഒരു ഡയറക്ഷൻ തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റായി പറയുന്നത്. ദിലീഷ് പോത്തൻ, അതേപോലെ വിഷ്ണു അഗസ്ത്യ, വാണി വിശ്വനാഥ് തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായി നിൽക്കുന്ന വലിയ താരനിരയോട്, അതായത് വലിയ സൂപ്പർ താരങ്ങളല്ല, ഒരുപാട് നടന്മാരോട് ചേർന്നിട്ടുള്ള സിനിമ. എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കുന്ന ചിത്രം. ഇന്ന് അതിൻ്റെ കളക്ഷൻ വന്നിരിക്കുന്നത് 729ഓളം ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 46,000 മുകളിലുള്ള ജനങ്ങൾ കാണുകയും 25% ഒക്യുപ്പൻസിയുമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. മികച്ച അഭിപ്രായം നേടിയ സിനിമ 75 ലക്ഷം രൂപയാണ് ഇതുവരെ കളക്ഷൻ നേടിയിരിക്കുന്നത്. 1 കോടിയിലേക്ക് ടച്ച് ചെയ്യുമോ എന്നുള്ളതാണ് ട്രാക്ക്ഡ് കളക്ഷൻസിൽ ചോദിക്കുന്നത്. അതിന് കാത്തിരിക്കാം. എന്തായാലും സിനിമയുടെ ആദ്യ ദിനത്തെ ഗ്രോസ് കളക്ഷൻ 1 കോടിയും കടന്നിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. മികച്ച ഓപ്പണിംഗ് തന്നെയാണ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ താങ്ക് യു ബ്രോസ്.